കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഏത് വി ഡി സതീശൻ? ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്നാണ് ഞങ്ങളെ വിളിച്ചത്. ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. അയാൾ വിളിച്ചത് ബ്ലഡി റാസ്കൽസ് എന്നയാൾ വിളിച്ചു. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി ഡി സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ yes, we are ഗുണ്ടകൾ. ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ചാക്ഷേപിച്ചാലും ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത്, ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം SFIക്കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ്. അപ്പൊ SFI പ്രതികരിച്ചു, ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനിലേക്ക് കടക്കുന്നില്ല. ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച SFIക്കാരന് വി ഡി സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. RSSന്റെ ഏത് ചിഹ്നം? വി ഡി സതീശൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കോടെ കടക്കാൻ തുടങ്ങി. അപ്പൊ SFI പറഞ്ഞു, ഇത് RSSന്റെ ചിഹ്നമാണ്. ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് RSSന്റെ ചിഹ്നമാണ്. വി ഡി സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ്. ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ്. അങ്ങനെ RSSന്റെ ചിഹ്നത്തെ, ഏത് ചിഹ്നത്തെ? മനുഷ്യനെ തല്ലിക്കൊല്ലാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ, മനുഷ്യനെ വിഭജിക്കാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ RSS പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ SFIക്കാരനെ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.